ചോറിന് പകരം അല്ലെങ്കിൽ ഡിന്നറിന് പകരം എടുക്കാവുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ അവക്കാഡോ ബേക്ക് തന്നെയാണിത് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രോട്ടീനും ഫൈബറും ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വയറ് നിറഞ്ഞൊരു ഫീലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം വിശക്കാതിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവക്കാഡോയുടെ ഒരു പകുതി കഷ്ണമാണ്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്മാഷ് ചെയ്ത് എടുക്കണം. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേണം. ആ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയും അവക്കാഡോയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സവോള, വലിയ സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇതൊരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഐറ്റം വേണ്ടത് ഇനി മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് തന്നെ എടുക്കാൻ ശ്രമിക്കണേ. ചീസ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്കും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ അത്ര അധികം എടുത്തിട്ടില്ല. ക്യാരറ്റ് ഒരെണ്ണം വലുതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയായിരുന്നു ടേസ്റ്റ്? അതൊന്ന് എന്നോട് കമൻ്റായിട്ട് പറയണേ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഈ ബാറ്റർ നമുക്ക് എയർ ഫ്രയർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ചപ്പാത്തിയിലൊക്കെ ഇതിൻ്റെ ബാക്കിൽ പരത്തിയിട്ട് നമ്മുടെ പാനിൽ ഇത്തിരി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു പാനിലിട്ടിട്ട് വേവിച്ചെടുത്ത് എടുക്കാം. കുറേ പേര് ഞാൻ എയർ ഫ്രൈ ചിക്കൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞു കുറേ പേര് അവർക്ക് എയർ ഫ്രൈ ഇല്ലാന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലാണ് ഇത് പരട്ടി കൊടുത്തിരിക്കുന്നത്. അതിൽ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് എള്ള് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ അവക്കാഡോ ബേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയ കാരണമാണ് ആ ചീസ് മെൽറ്റായിട്ട് വരാത്തത്. ഇത് ചൂടോടുകൂടി എടുക്കുകയാണെങ്കിൽ ആ ചീസ് നമുക്ക് മെൽറ്റായിട്ട് ഇങ്ങനെ വരുന്നത് കാണാമായിരുന്നു. കണ്ടോ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു രീതിയിലും കൂടിയും ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കുംബറോ ക്യാരറ്റോ അതിന് മുകളിൽ വെച്ച് ഒരു സാൻഡ്വിച്ച് പോലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ കഴിക്കാനും ഇഷ്ടമായിരിക്കും. ഇത് ഞാൻ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് ഡിന്നറായിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ അടുത്തുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ ചാനൽ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.